നമസ്കാരം. തളിപ്പറമ്പ് പാലക്കുളങ്ങരയിലെ വയോധികനിൽ നിന്നും കോടികൾ വിലമതിക്കുന്ന രത്നക്കല്ല് തട്ടിയെടുത്ത സംഭവം അപസർപ്പകഥയെ വെല്ലുന്ന രീതിയിലുള്ള ദുരൂഹതകൾ നിറഞ്ഞതാണ്. പ്രതികൾ തട്ടിയെടുത്ത രത്നക്കല്ലുകൾ എവിടെയെന്ന് കണ്ടെത്തുകയാണ് കേസിന്റെ കുരുക്കഴിച്ചെടുക്കുന്നതിന് പോലീസ് അടിയന്തരമായി ചെയ്യേണ്ടത്. എന്നാൽ ഇതൊട്ടും എളുപ്പമല്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. ചോദ്യം ചെയ്യലിൽ പ്രതികൾ ഇക്കാര്യം വെളിപ്പെടുത്താൻ തയ്യാറാകാത്തതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ ഏറെ ഡിമാൻഡുള്ള കോടികൾ വിലമതിക്കുന്ന രത്നക്കല്ലുകൾ പ്രതികൾ മറ്റാർക്കെങ്കിലും വിറ്റോ അതോ വിദേശത്തേക്ക് കടത്തിയോ രഹസ്യ കേന്ദ്രത്തിൽ ഒളിപ്പിച്ചോ എന്ന ചോദ്യങ്ങൾക്കാണ് 2 വർഷത്തിനിപ്പുറം പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും അന്വേഷണ സംഘത്തിന് ഇനി ലഭ്യമാകേണ്ടത്. ഇവരോടൊപ്പം ബൈക്ക് ഓടിച്ച് കവർച്ച നടത്തിയ സ്ഥലത്തെത്തിയ ഒരാളെ കൂടി പിടികിട്ടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ സഞ്ചരിച്ച ബൈക്കുകളും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇത് കേസിലെ പ്രധാന തെളിവുകളിലൊന്നാണ്. രത്നക്കല്ല് പ്രതികൾ ആർക്ക് കൈമാറിയെന്ന വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടില്ലെന്നും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നും തളിപ്പറമ്പ് പോലീസ് പറഞ്ഞു. രത്നക്കല്ലുകൾ അപഹരിക്കപ്പെട്ട വയോധികൻ നൽകിയ പരാതിയെ തുടർന്ന് തളിപ്പറമ്പ് ഡിവൈഎസ്പി കെ.ഇ. പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ പി. ബാബുമോൻ, എസ്.ഐ. ദിനേശൻ കൊതേരി എന്നിവർ നടത്തിയ അന്വേഷണത്തിലാണ് ഞായറാഴ്ച രാത്രി പ്രതികൾ പിടിയിലായത്. കേസിലെ മുഖ്യപ്രതികളായ 2 അംഗ സംഘത്തെയാണ് തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. ചെറുകുന്ന് സ്വദേശികളായ തേക്കുംപാട്ടെ എം. കലേഷ്, ആയിരം തെങ്ങിലെ പി. രാഹുൽ എന്നിവരെയാണ് തളിപ്പറമ്പ് പോലീസ് ഏറെക്കാലത്തെ അന്വേഷണത്തിനൊടുവിൽ പിടികൂടിയത്. 2023 ജനുവരി 7-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പാലക്കുളങ്ങര തുമ്പിയോടൻ വീട്ടിൽ കൃഷ്ണ എന്നയാളുടെ 2 കിലോഗ്രാം തൂക്കം വരുന്ന അക്വാമറൈൻ എന്ന പേരിലുള്ള രത്നക്കല്ലും അതിന്റെ ജിയോളജിക്കൽ സർട്ടിഫിക്കറ്റും ഉൾപ്പെടുന്ന ബാഗാണ് പ്രതികൾ തട്ടിയെടുത്തത്. 45 വർഷമായി കൃഷ്ണൻ കൈവശം വെച്ച് വരുന്ന ഈ രത്നക്കല്ല് വാങ്ങാനായി ബിജു എന്ന പേരിൽ ബന്ധപ്പെട്ട കലേഷ് പറഞ്ഞത് പ്രകാരം ജനുവരി 7 രാവിലെ 11:10 രത്നക്കല്ല് അടങ്ങിയ ബാഗുമായി തളിപ്പറമ്പ് ലൂർദ് ആശുപത്രിക്ക് പുറകെയുള്ള പാർക്കിംഗ് സ്ഥലത്തിന് സമീപം എത്തിയതായിരുന്നു കൃഷ്ണൻ. ഈ സമയത്ത് അവിടെ ബൈക്കിലെത്തിയ പ്രതികൾ ബാഗ് തട്ടിയെടുത്ത് കടന്നു കളഞ്ഞതായിട്ടാണ് പരാതി. നേരത്തെ ഒരു ജ്വല്ലറി ഉടമ 1 കോടി രൂപ വില വരുന്ന രത്നക്കല്ല് കൂടിയ വിലയ്ക്ക് താൻ വിൽപ്പന നടത്തി തരാമെന്ന് ബിജു എന്ന പേരിൽ ബന്ധപ്പെട്ട കലേഷ് ഉറപ്പ് നൽകിയത് പ്രകാരമാണ് കൃഷ്ണൻ രത്നവുമായി പ്രതികൾ പറഞ്ഞ സ്ഥലത്തെത്തിയത്. ഇവർ തമ്മിലുള്ള വിലപേശലിനിടെ രത്നക്കല്ലും ജിയോളജിക്കൽ സർട്ടിഫിക്കറ്റും അടങ്ങിയ ബാഗും കൃഷ്ണനിൽ നിന്നും തട്ടിയെടുത്ത് പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച അന്വേഷണ സംഘത്തിന് പ്രതികൾ സഞ്ചരിച്ച ബൈക്കുകളുടെ നമ്പറുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചെങ്കിലും ഇവർ നാട്ടിൽ നിന്ന് മുങ്ങിയതും മൊബൈൽ ഫോൺ നമ്പറുകൾ മാറ്റിയതും അന്വേഷണത്തിന് തടസ്സമാവുകയായിരുന്നു.